ഒരു കമ്പനിയിലെ ഒരു മാനേജറുടെ കീഴിൽ ഏകദേശം 40 പേരുടെ ഒരു ടീം ഉണ്ടായിരുന്നു. ഈ 40 പേരുടെ പ്രത്യേകത എന്താണെങ്കിൽ ഈ 40 പേര് ഭയങ്കര വൈബ്രന്റ് ആണ്, ഭയങ്കര ടാലന്റഡ് ആയിട്ടുള്ള, എന്തു കാര്യവും ചെയ്യാൻ കെൽപ്പുള്ള, ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ചെറുപ്പക്കാരായിരുന്നു. ഇവരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവരെല്ലാവരും ഒറ്റയ്ക്ക് എടുക്കുകയാണെങ്കിൽ, ഇൻഡിവിജ്വൽ ആയിട്ട് എടുക്കുകയാണെങ്കിൽ അവരൊക്കെ ഒത്തിരി കഴിവുള്ളവരാണ്. എന്തും ചെയ്യാൻ കഴിവുള്ള അത്രയും പ്രാപ്തരായ ചെറുപ്പക്കാർ. പക്ഷെ ഈ മാനേജർ ഫേസ് ചെയ്തിരുന്ന ഒരു കുഴപ്പമുണ്ടായിരുന്നു. പ്രശ്നം ഇതാണ്: ഈ ചെറുപ്പക്കാര് ഇൻഡിവിജ്വൽ ആയിട്ട് എടുക്കുകയാണെങ്കിൽ അവർ ഒത്തിരി കഴിവുള്ളവരാണ്. പക്ഷെ ഒരു ടീമായിട്ട് എടുക്കുമ്പോൾ അവർ പരസ്പരം കോപ്പറേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം ഫേസ് ചെയ്തിരുന്ന ഒരു പ്രശ്നം. ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം കാര്യമായ നേട്ടങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ ഒരു ടീം വർക്ക് അത്യാവശ്യമാണ്. പക്ഷെ ആ ഒരു ടീം വർക്ക് തന്റെ സ്ഥാപനത്തിൽ നടക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ മാനേജർക്ക് ഒത്തിരി സങ്കടമായി. ഇത്രയും കഴിവുള്ള ചെറുപ്പക്കാരെ കിട്ടിയിട്ടും തന്റെ സ്ഥാപനത്തിന് അതിനനുസരിച്ചുള്ള ഒരു വളർച്ച ഉണ്ടാകുന്നില്ല. ഉടനെ തന്നെ അദ്ദേഹം ഒരു കാര്യം തീരുമാനിക്കണം. അവരോട് പറഞ്ഞു, നാളെ നമ്മളൊരു ഔട്ടിങ്ങിന് പോവാണ്, കമ്പനി വക നിങ്ങൾക്കൊരു ഔട്ടിംഗ് ആണ്. അങ്ങനെ ഈ ചെറുപ്പക്കാരെയൊക്കെ കൂട്ടി ഒരു വണ്ടിയിൽ അദ്ദേഹം പുറത്തേക്കൊരു യാത്ര പോയി. അങ്ങനെ യാത്രയൊക്കെ പോയി കുറെ സ്ഥലങ്ങളൊക്കെ കണ്ട് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് അദ്ദേഹം ഇവരെയും കൊണ്ട് ഒരു പ്രത്യേക സ്ഥലത്ത് ചെന്നു. അവിടെ ഒരു വലിയൊരു ഹോൾ ഉണ്ടായിരുന്നു. അവരോട് പറഞ്ഞു, നമ്മള് ഒരു ഗെയിം കളിക്കാൻ പോവുകയാണ്. എന്നിട്ട് അവരോട് ഈ ഹാളിനകത്ത് കയറിയതിനു ശേഷം അദ്ദേഹം എല്ലാവർക്കും ഓരോ ബലൂണുകൾ നൽകി. ബലൂണുകൾ നൽകിയിട്ട് പറഞ്ഞു, നിങ്ങൾ എല്ലാവരും ഈ ബലൂണുകൾ വീർപ്പിച്ചതിന് ശേഷം കെട്ടി ഇതിനകത്ത് നിങ്ങളുടെ ബലൂണിൽ നിങ്ങളുടെ സ്വന്തം പേരുകൾ എഴുതിയിട്ട് ഈ ഹാളിൽ ഇടണം. ഇതാണ് നിങ്ങൾക്കുള്ള ഒന്നാമത്തെ ടാസ്ക്. അവർക്ക് ആദ്യ റൗണ്ടാണ്. ഒരു കളി പറഞ്ഞു, നിങ്ങൾ ബലൂൺ വീർപ്പിച്ച് അതിൽ നിങ്ങളുടെ സ്വന്തം പേരുകൾ എഴുതണം. എല്ലാവരും ആവേശത്തോടു കൂടി ബലൂണുകൾ വീർപ്പിച്ചു, അതിൽ പേരുകൾ എഴുതി. അദ്ദേഹം പ്രത്യേകം ഓർമ്മിച്ചിട്ടുണ്ടായിരുന്നു, ബലൂണുകൾ ഒന്നും തന്നെ പൊട്ടാനായിട്ട് പാടില്ല. അപ്പൊ അവർ ശ്രദ്ധയോടുകൂടി ബലൂണുകൾ വീർപ്പിച്ച് അതിൽ അവരുടെ സ്വന്തം പേരുകൾ എഴുതി. ഓക്കെ, അതിനുശേഷം അവരോട് അദ്ദേഹം പറഞ്ഞു, ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും ഹാളിന് പുറത്തേക്ക് പോകാം. അദ്ദേഹം ഹാളിന്റെ വാതിലുകൾ അടച്ചു. എന്നിട്ട് അദ്ദേഹം കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ, ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഹാളിന് പുറത്ത് ചെന്ന് ഈ ചെറുപ്പക്കാരോട് പറഞ്ഞു, ഇതാ നിങ്ങൾക്കുള്ള രണ്ടാമത്തെ റൗണ്ട്, കളിയുടെ രണ്ടാമത്തെ റൗണ്ട് ഇങ്ങനെയാണ്. ഇനി നിങ്ങൾ വീണ്ടും തിരിച്ചു കയറുമ്പോൾ, ഹാളിനകത്ത് കയറുമ്പോൾ ആദ്യത്തെ 15 മിനിറ്റിനുള്ളിൽ നിങ്ങളുടെ സ്വന്തം പേരുകൾ എഴുതിയ ബലൂണുകൾ കണ്ടെത്തുകയാണെങ്കിൽ, ആദ്യ 15 മിനിറ്റിനുള്ളിൽ കണ്ടെത്തുന്നവ ആദ്യത്തെ 3 പേർക്ക് ഞാൻ വിലയേറിയ സമ്മാനങ്ങൾ നൽകുന്നതായിരിക്കും. അങ്ങനെ അദ്ദേഹം ഡോറ് തുറന്നു. അവർ ആവേശത്തോടുകൂടി ആ ഹാളിലേക്ക് തള്ളിക്കയറി ചെന്നു. വേഗം നോക്കി, പക്ഷെ പെട്ടെന്നാണ് അവർ ശ്രദ്ധയിൽപ്പെട്ടത്, ഹാളിനകത്തുണ്ടായിരുന്നത് അവർ പേരെഴുതിയ 40 ബലൂണുകളല്ല. ആ ഇടവേളയ്ക്കിടയിൽ അദ്ദേഹം ആ ഹാളിൽ 100 കണക്കിന് ബലൂണുകൾ വേറെ എക്സ്ട്രാ കൊണ്ടിട്ടിരുന്നു. എന്ന് പറഞ്ഞാൽ അവർക്ക് പേരെഴുതാത്ത ഒരുപാട് ബലൂണുകളും കാണാൻ സാധിച്ചു. ആ കൂട്ടത്തിൽ നിന്ന് സ്വന്തം പേരെഴുതിയ ബലൂൺ കണ്ടെത്തുക എന്ന് പറയുന്നത് ആയാസകരമായിരുന്നു. അപ്പൊ അവരെല്ലാവരും ശ്രമിച്ചു. പക്ഷെ അപ്പോഴേക്കും 15 മിനിറ്റ് കഴിഞ്ഞു. ഒരാൾക്ക് പോലും സ്വന്തം പേരെഴുതിയ ബലൂൺ ലഭിച്ചില്ല. ഉടനെ അദ്ദേഹം ചിരിച്ചിട്ട് പറഞ്ഞു, ഓക്കെ, നിങ്ങൾക്ക് ആർക്കും കഴിഞ്ഞില്ലല്ലോ. അദ്ദേഹം വീണ്ടും ഹാളിന് പുറത്തേക്ക് ആക്കിയവരെ എന്നിട്ട് പറഞ്ഞു, നമ്മളിതാ മൂന്നാമത്തെ റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്, ഫൈനൽ റൗണ്ടാണ്. ഈ റൗണ്ടില് ഇങ്ങനെയാണ്, നിങ്ങളുടെ സ്വന്തം പേരുകളല്ല, നിങ്ങൾക്ക് പേരെഴുതിയത് ഏതെങ്കിലും ബലൂൺ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാം. ഓക്കെ, അങ്ങനെ കൊടുക്കുന്നവർക്കും സമ്മാനമുണ്ട്. ആദ്യത്തെ 15 മിനിറ്റിൽ ഇങ്ങനെ ആർക്കൊക്കെ ബലൂണുകൾ കിട്ടുന്നോ കൊടുക്കുന്നവർക്കും കിട്ടുന്നവർക്കൊക്കെ സമ്മാനമുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം വീണ്ടും ഡോറ് തുറന്നു. ഇവർ അകത്തേക്ക് കയറി. 2 മിനിറ്റിനുള്ളിൽ 40 പേരുടെ കയ്യിലും സ്വന്തം പേരെഴുതിയ ബലൂണുകൾ ലഭിച്ചു. അതെ, പരസ്പര സഹകരണം. എന്റെ മാത്രം വളർച്ച നോക്കിയത് കൊണ്ടാണ്, അല്ലെങ്കിൽ എന്റെ പേരുള്ള ബലൂൺ മാത്രം ഞാൻ ശ്രദ്ധിച്ചത് കൊണ്ടാണ് എനിക്ക് കിട്ടാതിരുന്നത്, അല്ലെങ്കിൽ പലർക്കും കിട്ടാതിരുന്നത്. മാനേജർ അവരോട് പറഞ്ഞു, ഇതൊരു സ്ഥാപനമാണ്. നിങ്ങൾ പലപ്പോഴും ജോലി ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെയാണ്. നിങ്ങൾ ഒത്തിരി കഴിവുള്ളവരാ, പക്ഷെ നിങ്ങൾ നിങ്ങളുടെ വളർച്ചയെ മാത്രം ശ്രദ്ധിക്കുമ്പോൾ, മറ്റുള്ളവന്റെ വളർച്ചയിൽ അസൂയപ്പെടുമ്പോൾ, ഇതൊരു ടീം വർക്കാണ്, പരാജയപ്പെടുന്നു. അതാണ് പലപ്പോഴും സംഭവിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും സംഭവിക്കുന്ന പ്രധാനപ്പെട്ട ചില ഘടകങ്ങൾ, അത് സ്ഥാപനമാണെങ്കിലും കുടുംബമാണെങ്കിലും ഏത് സംഘടനയാണെങ്കിലും, സ്വന്തം അധികാരം, പൊസിഷൻ, നമ്മളൊക്കെ പലരും ചെയറിന് വേണ്ടി, കസേരയ്ക്ക് വേണ്ടി, അധികാരത്തിന് വേണ്ടി പിടിവലി കൂടുന്നവരാ. അതല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടി പിടിവലി കൂടുന്നവരാ.
അങ്ങനെയുള്ള ആ ഓട്ടത്തിനിടയിൽ പലപ്പോഴും ചുറ്റുമുള്ളവരെ കാണാതിരിക്കുന്നു. അപ്പോൾ അങ്ങനെ കാണാതിരിക്കുമ്പോൾ എന്റെ വളർച്ചയും അവിടെ തടസ്സപ്പെടുന്നുണ്ടെന്നുള്ളതാണ്. അപ്പൊ ഒരു ടീം വർക്ക് ആണെങ്കിൽ നമുക്കറിയാം, സാധാരണ ഫുട്ബോൾ എടുത്താലും ക്രിക്കറ്റ് എടുത്താലും വോളിബോൾ എടുത്താലും ഏത് ഗെയിം എടുത്താലും അവിടെ ഒരു ടീം വർക്ക് ഉണ്ട്. ഞാൻ മാത്രം ആഗ്രഹിച്ച് ഞാൻ മാത്രം ബോൾ കൊണ്ടായി ഗോൾ അടിക്കുക എന്ന് പറയുന്നത് അസാധ്യമാണ്. ഇപ്പോ കളിയിലാണെങ്കിലും ജീവിതത്തിലാണെങ്കിലും പരസ്പര സൗഹൃദത്തിലൂടെയാണ് ജീവിക്കുന്നതെങ്കിൽ നമുക്ക് ലക്ഷ്യങ്ങൾ നേടാൻ എളുപ്പമായിരിക്കും. എന്റെ വിജയത്തോടൊപ്പം മറ്റുള്ളവന്റെ വിജയം കൂടി നമുക്ക് സ്വപ്നം കാണാൻ സാധിക്കണം. എന്നാലാണ് എവിടെയാണെങ്കിലും വിജയങ്ങൾ ഉണ്ടാവുകയുള്ളൂ. പരസ്പരം സ്നേഹിക്കാനും പരസ്പരം കെയർ ചെയ്യാനും പരസ്പര സൗഹൃദത്തോടെ ജീവിക്കുവാനും നമുക്ക് ശ്രമിക്കാം. ഓക്കെ, താങ്ക് യു.